നിങ്ങളിൽ പാപമില്ലാത്തവർ രാഗുൽ മാങ്കൂട്ടത്തെ കല്ലെറിയട്ടെ. പ്രിയ സഹോദരന്മാരെ, 3-4 ദിവസമായിട്ട് ഇന്ന് ഒരു മനുഷ്യനെ കൈ ചൂണ്ടി ഇവൻ പാവി പാവി എന്ന് നിങ്ങൾ വിളിച്ചു പറയുന്നു. നിങ്ങളിൽ തെറ്റുകുറ്റമില്ലാത്തവർ രാഷ്ട്രീയക്കാരെ ആരാണുള്ളത്? ആർക്കെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പറയാവോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്? നീ വ്യഭിചാരി അല്ലെങ്കിൽ നീ കൈക്കൂലിക്കാരനായിരിക്കും. നീ കൈക്കൂലിക്കാരനല്ലെങ്കിൽ നീ അധികാരമോഹിയായിരിക്കും. അതുകൊണ്ടാണല്ലോ നീ ഇന്ന് ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ വരുവാനായി നീ പലരുടെയും കാല് വലിച്ച് ആ സ്ഥാനത്ത് വന്നത്. അപ്പോൾ ഒരാളെ കിട്ടിയാൽ അവനെ കല്ലെറിയുക, ഇതാണിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈബിളിൽ യോസഫിൻ്റെ ഒരു കഥ, യോസഫിനെ തൻ്റെ സഹോദരന്മാരെല്ലാം കൂടി പൊട്ടക്കിണറ്റിലിട്ടിട്ട് അവിടുന്ന് മിസ്രൈമികൾക്ക് വിറ്റതായിട്ടൊരു സ്റ്റോറിയുണ്ട്. അതാണ് ഇന്ന് കോൺഗ്രസ്സിൽ നടക്കുന്നത്. അതിൽ കഴിവുള്ള ഒരുത്തനെ ഇപ്പം നിങ്ങളെല്ലാം കൂടി പൊട്ടക്കിണറ്റിൽ ഇടുകാൻ നോക്കുന്നു. മിസ്രൈമികൾ വന്ന് അദ്ദേഹത്തെ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാഗുൽ മാങ്കൂട്ടത്തെ ഒന്നും സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല. നിങ്ങളിൽ ആരാണ് തെറ്റ് ചെയ്യാത്തത്? പക്ഷേ ആ ജനങ്ങൾ കയറ്റി വച്ചിരിക്കുന്ന ആ ഒരു സ്ഥാനമുണ്ടല്ലോ, അത് വലുതാണ്. അതറിയാതാണ് നിങ്ങൾ ഈ തെറ്റുകളിലോട്ട് പോകുന്നത്. ജനങ്ങൾ നിങ്ങളിൽ തന്നിരിക്കുന്ന, ജനങ്ങൾക്ക് നിങ്ങളുള്ളൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ ആ കസാരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല നിങ്ങൾ പലരും രാഷ്ട്രീയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ ആരൊക്കെയോ നിൽക്കുന്നു, ആരെയൊക്കെയോ ജനങ്ങൾ ജയിപ്പിക്കുന്നു. ആരെങ്കിലും ഒരാൾ ജയിക്കുമല്ലോ. അല്ലാതെ നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട് ജനങ്ങൾ നിങ്ങളെ ജയിപ്പിക്കുന്നതല്ല സഹോദരന്മാരെ. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ നിങ്ങൾക്കാർക്കും, ഒരു പാർട്ടിക്കും, പാപത്തിൽ ജനിച്ചു വീണ ഒരു മനുഷ്യനും നീതിയോടുകൂടി ഒരു ഭരണം ഇവിടെ കാഴ്ചവെക്കാൻ പറ്റത്തില്ല. പാപമില്ലാത്ത ഒരുവൻ ഈ ലോകത്തിൽ വന്നു. നിങ്ങൾ ആ ആളെ ക്രൂശിച്ചു. ആൾ വീണ്ടും വരും ഈ ലോകത്തിൽ. ആ ആൾക്ക് മാത്രമേ ഈ ലോകത്തിൽ നീതിയോടുകൂടി ഒരു ഭരണം നടത്തുവാൻ പറ്റത്തുള്ളൂ. അതിന് ജാതിയില്ല, മതമില്ല. മനുഷ്യനെ രക്ഷിക്കാനായി ഈ ഭൂമിയിൽ വന്ന ഒരേ ഒരാളാണ് കർത്താവായ യേശു ക്രിസ്തു. അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങൾ ഇന്ന് ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അവിടെ ഇവിടെ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. മകൻ അപ്പനോടും അമ്മ മകനോടും കലഹിക്കും. ഇതെല്ലാം ഇന്ന് ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു കാണിക്കുന്നത് മിശിഹായുടെ വരവാണ്. സ്വന്തം കൂട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ, അതായത് ഞാൻ വീണ്ടും പറയുന്നു, ഇടതുപക്ഷത്തിനോ BJPക്കോ മറ്റുള്ള ഇതര കക്ഷികൾക്കോ ഒന്നും അദ്ദേഹം ഇത്ര പെട്ടെന്ന് രാജിവെക്കണമെന്ന് ആഗ്രഹവുമില്ല. ആഗ്രഹമുള്ളത് അയാളുടെ സ്വന്തം കൂടപ്പറപ്പങ്ങൾക്ക്, ഇന്നലെ വരെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്നവർക്കാണ്. അപ്പോൾ നീ ഒരു കാര്യം സഹോദര ചിന്തിക്കുക. ഈ ലോകം നിന്നെ മാനിക്കത്തില്ല, നിനക്ക് സമാധാനം തരത്തില്ല. നീ എത്ര വലിയ ഉയരങ്ങളുള്ള കസാരയിൽ പോയിരുന്നെന്ന് പറഞ്ഞാലും നിനക്ക് സമാധാനം കിട്ടത്തില്ല. സമാധാനത്തിൻ്റെ രക്ഷകൻ ഈ ഭൂമിയിൽ വരും. അന്നേ
ഈ ലോകത്തിലുള്ള ജനതയ്ക്ക് സമാധാനം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ അഴിമതിയും പിടിച്ചുപറിയും പക്ഷപാതവും തമ്മിത്തല്ലും കലഹവും ഇതൊക്കെ ഇനിയും അങ്ങോട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ട് രാഹുലിൻ്റെ നെഞ്ചത്ത് കയറിയിട്ടോ അല്ലെ വേറൊരാളിൻ്റെ നെഞ്ചത്ത് കയറിയിട്ടോ ഒന്നും ഇവിടെ രാഹുൽ നാളെ രാജിവെച്ചിട്ട് ഇവിടെ കേരളത്തിൽ സമാധാനം ഉണ്ടാവുന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങളെ ഇവിടെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നീതിയോടുകൂടി സമാധാനത്തോടുകൂടി ഇവിടെ ഭരിപ്പാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിക്കുക. അല്ലെങ്കിൽ എൻ്റെ രക്ഷകൻ വരാറായി, ഒരുങ്ങിക്കൊള്ളുക.